മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദം അടങ്ങുന്ന മേടക്കൂറുകാരുടെ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലെ പൊതു മാസഫലങ്ങളാണ് പറയുന്നത്. ആദ്യമായി ഈ മാസത്തിലെ ഗ്രഹനില എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഗുരു ഇടവം രാശിയിലും, ചൊവ്വ മിഥുനം രാശിയിലും, ബുധൻ കർക്കടകം രാശിയിലും, സൂര്യൻ ചിങ്ങം രാശിയിലും, ശുക്രനും കേതുവും കന്നി രാശിയിലും, ശനി വക്രഗതിയിൽ കുംഭം രാശിയിലും, രാഹു മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ഈ മാസത്തിലെ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ഇങ്ങനെയായിരിക്കും. കർക്കടകം രാശിയിൽ നിൽക്കുന്ന ബുധൻ സെപ്റ്റംബർ 4-ാം തീയതി ചിങ്ങത്തിലേക്കും പിന്നീട് സെപ്റ്റംബർ 23-ാം തീയതി ചിങ്ങത്തിൽ നിന്നും തൻ്റെ സ്വരാശിയും ഉച്ചസ്ഥാനവും മൂലത്രികോണസ്ഥാനവുമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. സെപ്റ്റംബർ 16-ാം തീയതി സൂര്യൻ തൻ്റെ സ്വരാശിയായ ചിങ്ങത്തിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ തൻ്റെ നീചസ്ഥാനമായ കന്നിയിൽ നിൽക്കുന്ന ശുക്രൻ സെപ്റ്റംബർ 18-ാം തീയതി തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ മിഥുനത്തിൽ നിൽക്കുന്ന ചൊവ്വ സെപ്റ്റംബർ 1-ാം തീയതി കർക്കടകം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കർക്കടകത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കും. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുകാര്യങ്ങളാണ്. നിങ്ങളുടെ ജനന സമയം, ജനന സ്ഥലം, ജാതകത്തിലെ ഗ്രഹനില, മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1-ാം ഭാവമാണ് ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 1-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ്. സെപ്റ്റംബർ 20-ാം തീയതി 4-ാം ഭാവമായ കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സെപ്റ്റംബർ 20-ാം തീയതി വരെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും. പക്ഷേ അതിനുശേഷം ചൊവ്വ 4-ൽ നിൽക്കുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. എന്തെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5-ാം ഭാവമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 5-ാം ഭാവാധിപൻ സൂര്യനാണ്. സൂര്യൻ സെപ്റ്റംബർ 16-ാം തീയതി വരെ തൻ്റെ സ്വരാശിയും നിങ്ങളുടെ 5-ാം ഭാവവുമായ ചിങ്ങത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായിരിക്കും. എല്ലാ റിസൾട്ടുകളും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ സെപ്റ്റംബർ 16-ാം തീയതി സൂര്യൻ കന്നി രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ കേതു നിൽക്കുന്നത് കാരണം ഗ്രഹണദോഷം സംഭവിക്കുന്നതാണ്. ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ സാധ്യതകളുണ്ട്. കൂടാതെ കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും. മാതാപിതാക്കൾ ഈ സമയത്ത് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നല്ലതായിരിക്കും. പക്ഷേ 16-ാം തീയതിക്ക് ശേഷം നിങ്ങളുടെ പങ്കാളിയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നിർബന്ധ സ്വഭാവം വരാൻ സാധ്യതകളുണ്ട്. ഇത് പിന്നീട് വലിയ പ്രശ്നമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. അടുത്തതായി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 7-ാം ഭാവമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7-ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് തൻ്റെ നീചസ്ഥാനമായ കന്നിയിലാണ്. സെപ്റ്റംബർ 18-ാം തീയതി ഇവിടെ നിന്നും തൻ്റെ സ്വരാശിയായ തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ മാളവ്യ യോഗം നിർമ്മിക്കുന്നതുമായിരിക്കും.
മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ദാമ്പത്യ ജീവിതത്തിൽ ചില്ലറ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. എങ്കിലും 18-ാം തീയതിക്ക് ശേഷം ശുക്രൻ 7-ാം ഭാവത്തിൽ മാളവ്യ യോഗം നിർമ്മിക്കുന്നതാണ്. ഈ സമയത്ത് ദാമ്പത്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ബിസിനസ്, ആരോഗ്യം എന്നിവയിലെല്ലാം നല്ല പുരോഗതി ഉണ്ടാകുന്നതുമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ഭാഗ്യം, കരിയർ, ബിസിനസ്, സാമ്പത്തിക സ്ഥിതികൾ എന്നിവ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ഭാഗ്യസ്ഥാനാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് നിങ്ങളുടെ ധനസ്ഥാനത്താണ്. ഇത് ഭാഗ്യസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ഈ സമയത്ത് ദീർഘദൂര യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും. ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10-ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി ഈ സമയത്ത് നിങ്ങളുടെ ലാഭസ്ഥാനത്ത് വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത്. ഇത് ശനിയുടെ സ്വരാശിയും മൂലത്രികോണ സ്ഥാനവുമാണ്. ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. അതുകൂടാതെ അധ്വാനത്തിൻ്റെ ഉചിത ഫലങ്ങൾ ലഭിക്കുമെങ്കിലും അത് അല്പം താമസിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. അതായത് ഇന്ന് കിട്ടേണ്ടത് ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ ഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. ശനിയുടെ 3-ാം ദൃഷ്ടി നിങ്ങളുടെ ലഗ്നത്തിൽ പതിക്കുന്നത് അനാവശ്യമായി ക്രോധം വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് എല്ലാ കാര്യങ്ങളും നന്നായി നടന്നു പോകുന്നതായിരിക്കും. ഗുരുവിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് പതിക്കുന്നതും ശുഭകരമായിരിക്കും. ബിസിനസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 7-ാം ഭാവാധിപൻ ശുക്രൻ നീചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് ബിസിനസ്സിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും സെപ്റ്റംബർ 18-ാം തീയതി ശുക്രൻ സ്വരാശിയിൽ പ്രവേശിക്കുന്നതും അവിടെ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിലൊന്നായ മാളവ്യ യോഗം നിർമ്മിക്കുന്നതും നിങ്ങൾക്ക് ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് പൈസ സേവ് ചെയ്യാനും മറ്റും സഹായിക്കുന്നതായിരിക്കും. പൊതുവെ മാസത്തിൻ്റെ 2-ാം പകുതിയിൽ സാമ്പത്തിക സ്ഥിതികളിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതാണ് മേടം രാശിക്കാരുടെ സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.